Oshana, Oshana, Oshana. സ്വർഗീയ സിംഹാസനത്തിൽ വരും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വരും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വിദേശികളായ സിസ്റ്റേഴ്സ് നല്ല അക്ഷരസ്ഫുടതയോടെ മലയാളം ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കേരളത്തിൽ വൈറലായിരുന്നു. ഇവർ ആരാണ്? എങ്ങനെയാണ് മലയാള ഗാനങ്ങൾ പഠിച്ചത്? ഇങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി എത്തുന്നു ഉക്രൈനിൽ നിന്നും സിസ്റ്റർ ലിജി പയ്യപ്പള്ളി SJSM. ഞാൻ സിസ്റ്റർ ലിജി പയ്യപ്പള്ളി SJSM കോൺഗ്രിഗേഷനിലെ ഒരു മെമ്പറാണ്. ഉക്രൈനിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. 1999 ആദ്യമായിട്ട് ഞാൻ ഉക്രൈനിൽ വന്നത്. എൻ്റെ വീട് നെടുമ്പാശ്ശേരി എടവക അകപ്പറമ്പ്. ഇത് സിസ്റ്റർ ജയ്തിയുടെ വീട് മേലൂർ എറണാകുളം ഡയസസാണ്. ജയ്തിയാണ് ഞങ്ങളോട് മലയാളം പാട്ടൊക്കെ വരുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അവരെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ജയ്തിയാണ് കൂടുതൽ അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നതൊക്കെ. ഇപ്പോൾ ജയ്തി ഇവിടെ വന്നിട്ട് 16 വർഷമായി. ഞങ്ങൾ 2 മലയാളികളാണ് ഇവിടെ ഉള്ളത്. തുടക്കത്തിൽ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഇപ്പം ഞങ്ങളിവിടെ 16 പേരുണ്ട്. അതിനകത്ത് 2 മലയാളികൾ, ബാക്കി 14 പേര് ഉക്രൈൻകാർ. രൂപം നിഞ്ചി ഈശോദൻ സ്നേഹം മനസ്സു നിറയ നന്ദി മാത്രം. നാവി എന്നീശോദൻ നാമം. അരികിൽ വന്നു ഉലം തരളിതമായി കാതിൽ തിരുമുറിക്കെത്തു നീയൻ പൈതലല്ലേ ആനി പഴുതുള്ള കൈകളാൽ മാറോതു ഇത് ഞങ്ങളുടെ ഉക്രൈനിയൻ സിസ്റ്റേഴ്സ്. നമുക്ക് ഓരോ സിസ്റ്റേഴ്സിനെയും പരിചയപ്പെടാം. അതിനു മുൻപ് ഞങ്ങളുടെ മലയാളം പാട്ടുകൾക്ക് കേരളം നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങളെ അഭിനന്ദിച്ചതിനും ഞങ്ങളെ സ്വീകരിച്ചതിനും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതാണ് ഞങ്ങളുടെ ഉക്രൈൻ സിസ്റ്റേഴ്സ്, മലയാളം പാട്ട് പാടുന്ന ഉക്രൈൻ സിസ്റ്റേഴ്സ്. നമുക്ക് ഇവർ ഓരോരുത്തരെയും പരിചയപ്പെടാം. Мене звати сестра Лаура. ഞാൻ സിസ്റ്റർ ലൗറ. Служу в музичній групі. സിസ്റ്ററിൻ്റെ പ്രൊഫഷൻ മ്യൂസിക്കാണ്, പ്രത്യേകിച്ച് വോക്കാൽ. І в монастирі живу вже 30 років. 30 വർഷമായിട്ട് സമർപ്പിത ജീവിതം നയിക്കുന്നു. Мене звати сестра Еріка. ഞാൻ സിസ്റ്റർ എരിക്ക. В монастирі вже 12 років. 12 വർഷമായിട്ട് മൊണാസ്ട്രിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നു. ഇതാണ് എരിക്കയുടെ ഇൻസ്ട്രുമെന്റ്. എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റീന. ട്രാൻസ്ലേറ്റഡ് ആവശ്യമില്ല. എൻ്റെ പേര് ക്രിസ്റ്റീന. Я служу теж в музичній групі. ഞാനും മ്യൂസിക്കൽ ബാൻഡിൽ ശുശ്രൂഷ ചെയ്യുന്നു. Але я навчилася, так можна сказати, спонтанно.
ഞാൻ തന്നെ സ്പോണ്ടേനിയസ്ലായിട്ട് പഠിച്ചതാണ് ഗിറ്റാർ വായിക്കാനായിട്ട്. W монастирі вже 15 років. നസ്രയിൽ 15 വർഷമായിട്ട് സമർപ്പിച്ചിരുന്നു. Мене звати сестра Марина. ഞാൻ സിസ്റ്റർ മറീന. Я в монастирі 4 роки. ഞാൻ മണസ്ട്രിയിൽ മഠത്തിൽ 4 വർഷമായിട്ട്. മ്യൂസിഷ്യനാണ്, പഠിച്ചത് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. Теж служу в музичній групі і на бас-гітарі навчилася грати в монастирі. ഞാൻ മ്യൂസിക്കൽ ബാൻഡിൽ ശുശ്രൂഷ ചെയ്യുന്നു. ബാസ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചത് മണസ്ട്രിയിൽ വന്ന പിന്നെയാണ്. Я Наталя. എൻ്റെ പേര് നത്താലിയ. Служу музичним даром, граю на скрипці і клавішах, навчаюся в музичному коледжі. ഞാൻ മ്യൂസിക്കൽ ബാൻഡിൽ ശുശ്രൂഷ ചെയ്യുന്നു. വയലിനും കീബോർഡും വായിക്കുന്നു, പിന്നെ പാട്ട് പാടുന്നു. ഞാനിപ്പോൾ മ്യൂസിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. В монастирі 4 роки. നസ്രയിൽ 4 വർഷമായിട്ട്. ഞാൻ പോസ്റ്റ്ലൻ്റാണ്. ഇതുവരെയും സിസ്റ്ററായിട്ടില്ല, ഫോർമേഷനിലാണ്. ഇതാണ് ഞങ്ങളുടെ മ്യൂസിക്കൽ ഗ്രൂപ്പ്. ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ 1999 ഉക്രൈനിൽ വന്നത്. പിന്നെ ഉക്രൈനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉക്രൈനിലുള്ള യൂത്തൊക്കെ വളരെ ടാലൻറ്റഡ് ആണ്, അവർ ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരാണ്. അപ്പം ഈ യൂത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻ്റ് പഠിക്കണം എന്ന് സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ അതനുസരിച്ച് എനിക്കങ്ങനെ പഠിക്കാനുള്ള മ്യൂസിക്കായിട്ടോ കഴിവൊന്നുമില്ല. എന്നാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഗിറ്റാർ മേടിച്ചു തന്നു. ഞാൻ ഗിറ്റാർ പഠിക്കാനായിട്ട് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ കൈകൾക്കൊക്കെ വിരലുകൾക്കൊക്കെ നീളം കുറവാണ്. എന്നാലും മാക്സിമം ട്രൈ ചെയ്തു നോക്കി ഗിറ്റാർ വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ 1-2 ദിവസം ക്ലാസ്സുകളിലൊക്കെ ഗിറ്റാർ വായിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആരാധനയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു ദൈവത്തിൻ്റെ ഒരു പ്രചോദനം വന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വരങ്ങൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന കഴിവുകൾ, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ തന്നിട്ടാണ്. അപ്പോൾ ആ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചാൽ മതി, ഇല്ലാത്ത കഴിവിന് വേണ്ടിയിട്ട് തപ്പിപ്പിടിച്ച് നടക്കണ്ട എന്ന് എൻ്റെ ഉള്ളിലൊരു പ്രചോദനം എനിക്ക് കിട്ടി. അതനുസരിച്ച് എനിക്ക് മനസ്സിലായി എനിക്ക് മ്യൂസിക്കിനുള്ള കഴിവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഇരുന്നപ്പോൾ തിരുവോസ്തിയിലിരുന്ന ഈശോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ശുശ്രൂഷയ്ക്ക് എവാഞ്ചലൈസേഷൻ ശുശ്രൂഷയ്ക്ക് മ്യൂസിക് ആവശ്യമുണ്ടെങ്കിൽ ആ മ്യൂസിക് അതിൻ്റെ ദാനങ്ങൾ കൊടുത്തിരിക്കുന്നവരെ കൊണ്ടുവരാനും അവരിലൂടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന കഴിവ് അതൊന്ന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഗിറ്റാർ അടച്ചു വെച്ചു. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴമായിട്ട് ഈശോയെ അറിയാനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി. 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വൊക്കേഷൻ കിട്ടി തുടങ്ങി. ആദ്യം വന്നത് സിസ്റ്റർ ക്രിസ്റ്റീനയാണ്. ആദ്യം മഠത്തിൽ വന്നത് സിസ്റ്റർ ക്രിസ്റ്റീന ഗിറ്റാർ വായിക്കുന്ന ആളായിരുന്നു. പിന്നെ അടുത്ത ആള് സിസ്റ്റർ താവിക്ക ഇപ്പോൾ ഇവിടെ ഇല്ല. സിസ്റ്റർ താവിക്ക കീബോർഡ് വായിക്കുന്ന ആളാണ്. പിന്നെ ഏറിക്ക വന്നു, സിസ്റ്റർ ലൗറ വന്നു, മറീന, നത്താൽക്ക, ഇങ്ങനെ ഓരോരുത്തരും ഇവരെ കൂടാതെ വേറെ സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർ പ്രൊഫഷണലായിട്ട് മ്യൂസിക് പഠിച്ചവരാണ്, ഇൻസ്ട്രുമെൻ്റ് പഠിച്ചവരാണ്. അപ്പോൾ ദൈവം അവരെ ഈ കോൺവെൻറ്റിലേക്ക് ദൈവം വിളിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. കാരണം ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ദാനങ്ങൾ അത് ദൈവിക മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പം ഇവർക്ക് ദൈവം ഈ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നും ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടതെന്നും മനസ്സിലാക്കി അങ്ങനെ ഒരു ഉള്ളറിവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഇൻസ്ട്രുമെൻ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഞങ്ങൾ രൂപീകരിച്ചു. ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ച് ഈ ബാൻഡ് ഉപയോഗിക്കുന്നത് എവാഞ്ചലൈസേഷൻ വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നത്.
ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഓഫ് സെൻറ്റ് മാർക്ക് 1845 ഫ്രാൻസിലെ അൽസാസ് എന്ന സ്ഥലത്ത് ഫാദർ പിയർ പോൾ ബ്ലാങ്കിനാൽ സ്ഥാപിതമായ ഒരു കോൺഗ്രിഗേഷനാണ്. ഞങ്ങളുടെ ജനറലേറ്റ് ഫ്രാൻസിലാണ്. സിസ്റ്റർ സിമോണ ബുർക്കറാണ് ഞങ്ങളുടെ ജനറൽ സുപ്പീരിയർ. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ 4 പ്രൊവിൻസും 2 ഡെലിഗേഷനാണുള്ളത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 2 പ്രൊവിൻസുണ്ട്. സാൻജോ പ്രൊവിൻസ്, ഇൻഡോർ പ്രൊവിൻസ്. സാൻജോ പ്രൊവിൻസ് എറണാകുളം ഡയസസിലാണ്. അങ്കമാലിക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ്. സിസ്റ്റർ ലില്ലി പൈപ്പള്ളിയാണ് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ. ഇൻഡോർ പ്രൊവിൻസിലെ സിസ്റ്റർ അനിത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ. ഞങ്ങളുടെ ക്യാരിസം, അഡോറേഷൻ ആൻഡ് സർവീസ്. ഓരോ രാജ്യത്തും അവരുടെ ആവശ്യം മനസ്സിലാക്കി കോൺഗ്രിഗേഷൻ ഞങ്ങളുടെ ക്യാരിസം ജീവിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 1998 ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഉക്രൈനിൽ ആരംഭിച്ചത്. ഞാൻ ഉക്രൈനിൽ വന്നത് 1999. വളരെ തീക്ഷ്ണതയോടെയാണ് ഞാൻ ഉക്രൈനിൽ വന്നതെങ്കിലും നമ്മൾ കേരളത്തിൽ വളർന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും പള്ളി പോകുക, അല്ലെങ്കിൽ അവിടെ കാറ്റഗിസം, അല്ലെങ്കിൽ പല മിഷൻ ലീഗ്, സൊഡാലിറ്റി, അങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ഉക്രൈനിൽ വന്ന സമയത്ത് ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. 92 ഉക്രൈന് റഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോൾ ഉക്രൈൻ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ്. അപ്പോൾ ഇവിടെ ആ കമ്മ്യൂണിസത്തിൻ്റെ വളരെ ഒരു സ്വാധീനം ചെലുത്തിയൊരു രാജ്യമാണ്. അപ്പം ഞാൻ വന്നത് കിയേവിലാണ്, ക്യാപിറ്റൽ ഓഫ് യുക്രൈൻ. നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ ആളുകൾ പള്ളിയിൽ വരും, അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പള്ളിയിൽ വരുന്നില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ കാരണം ഇപ്പോഴൊക്കെ ഞാൻ കാണുന്നത് വേറൊരു രീതിയിലാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ ഉക്രൈനിൽ വന്ന സമയത്ത് കൂടുതലും പ്രോബ്ലം ഉണ്ടായത് എൻ്റെ കാഴ്ചപ്പാടിലായിരുന്നു. കാരണം ഞാൻ ഒരു പ്രതീക്ഷിച്ചു വന്നു, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ആയിരുന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ സിക്കായി 2000 ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. 2 വർഷം ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ സിക്കായത് ഇവിടെ ഉക്രൈനിലായിരുന്നപ്പോൾ തന്നെ പല ഹോസ്പിറ്റലുകളിലും പോയിരുന്നു, പല ഡോക്ടേഴ്സിനെയും കണ്ടായിരുന്നു. അവർക്കാർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല എന്താണ് എൻ്റെ പ്രശ്നമെന്ന്. ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാനില്ല, ഞാൻ മരിക്കുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയായിരുന്നു. അങ്ങനെ മരിക്കാനായിട്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിൽ പോയത് എന്ന് പറയാം. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ സെമിട്രികളൊക്കെ പള്ളിക്ക് അടുത്ത് തന്നെ. ഇവിടെ സെമിട്രികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവിടെ ഓരോ ഇടവയ്ക്ക് തന്നെ സെമിട്രീസ് ഒന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെയാണ് സെമിട്രി. അപ്പോൾ എല്ലാവരും ഒരു സെമിട്രിയിലാണ് ബറിയൽ ചെയ്യുക. അപ്പോൾ എൻ്റെ സുപ്പീരിയർ ജനറൽ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അവസാന ആഗ്രഹം നാട്ടിൽ പോയിട്ട്, ഇന്ത്യയിൽ പോയിട്ട് മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയി. തന്നെ പോകാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കിടപ്പ് രോഗിയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ഡോക്ടർ ഹരി, ഫിസിഷ്യൻ ഡോക്ടർ ഹരി പറഞ്ഞത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കായി. അവർ ഡയഗ്നോസ് ചെയ്തു എനിക്ക് സ്പൈനൽ TB ആണ്. പക്ഷെ ഓൾറെഡി അതൊരു 8-9 മാസം കഴിഞ്ഞായിരുന്നു അസുഖം തുടങ്ങിയിട്ട്. അപ്പോൾ ഉക്രൈനിൽ വെച്ച് തന്നെ എൻ്റെ സ്പൈനൽ L5 അവിടേക്കായിട്ട് ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉക്രൈനിൽ വെച്ച് തന്നെ ഒരു 8-9 പ്രാവശ്യം അവിടെ നിന്നും പസ് എടുത്ത് കളഞ്ഞിരുന്നു. അത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഫോമൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കിടപ്പ് രോഗിയായത്. ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവം വിചാരിച്ചാൽ മാത്രമേ, ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവം വിചാരിച്ചാൽ അത് സുഖപ്പെടും, മെഡിസിൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കോൺവെൻറ്റിൽ പോയി. അവിടെ സത്യത്തിൽ 1 വർഷത്തോളം ഞാൻ കിടപ്പ് രോഗിയായിരുന്നു. എന്നെ ഫീഡ് ചെയ്യണമായിരുന്നു, എനിക്ക് ബാത്ത് തരണമായിരുന്നു, തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ രോഗിയായിരുന്നപ്പോൾ
വിശുദ്ധ കുർബാന എന്നെ അന്വേഷിച്ച് എൻ്റെ മുറിയിൽ വന്നു. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന എൻ്റെ റൂമിൽ കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ ആ റൂമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാപ്പൽ. ആ ഈശോയുമായിട്ട് 24 മണിക്കൂർ എനിക്കുണ്ടല്ലോ, ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഫുള്ള് ബെഡ് റിഡൺ ആണ്. അപ്പം ഞാൻ എൻ്റെ ഈശോയുമായിട്ട് ആ സമയത്ത് കുറേയും കൂടി അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവസ്വരം ഞാൻ കേട്ടു. ദൈവം എന്നോട് ചോദിക്കുന്നത് പോലെ ഒരു ഡയലോഗായിരുന്നു, എന്നോടൊരു ചോദ്യം ഞാൻ ഉത്തരം പറയുന്ന ഒരു ഡയലോഗായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി, നിന്നെ ഉക്രൈനിൽ കാണുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നിനക്ക് അവിടെ ഇഷ്ടമായില്ല, അതുകൊണ്ട് നീ ഉക്രൈനിൽ നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ നീ സമർപ്പിതയായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ, അല്ലെങ്കിൽ ലോകം മുഴുവനും വേണ്ടിയിട്ടല്ലേ നിൻ്റെ സമർപ്പിത ജീവിതം കാഴ്ചവെച്ചത്? അങ്ങനെ എൻ്റെ ഉള്ളിൽ ആ ഡയലോഗ് നടന്ന സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ കേൾക്കുന്നത് ദൈവമേ നിൻ്റെ സ്വരമാണെങ്കിൽ, നീയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എന്നെ സുഖപ്പെടുത്താം, ഞാൻ തിരിച്ചു ഉക്രൈനിലേക്ക് പോകാം. ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ സേവനം ചെയ്യാം. അങ്ങനെ അതിന് ശേഷം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നു. ഞാൻ എൻ്റെ അസുഖത്തെ അക്സെപ്റ്റ് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് സിവിയർ പെയിനാണ്, ഹെഡ് ഏക്ക്, അതുപോലെ തന്നെ ബാക്ക് പെയിനും. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആ പെയിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, ആ പെയിൻ ഓഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് എന്നിലൊരു മാറ്റം വന്നു. എൻ്റെ ഉള്ളിലൊരു കൺവേർഷൻ വന്നു. എൻ്റെ ശരീരത്തിനേക്കാളും കൂടുതൽ എൻ്റെ മനസ്സിനാണ് ഒരു കൺവേർഷൻ വന്നത്. അതോടുകൂടി എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയുണ്ട്, കാരണം എന്തോ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പം സത്യത്തിൽ എനിക്കറിയായിരുന്നു മാറ്റം എന്നിൽ സംഭവിച്ചത് ഞാനും ദൈവവുമായുള്ള ഈ ഡയലോഗിന് ശേഷമാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ ആ രോഗത്തിൽ നിന്നും 1 വർഷത്തിന് ശേഷമാണ് ഞാൻ നടന്നു തുടങ്ങിയത്. പക്ഷെ ദൈവം എന്നെ ഹീൽ ചെയ്തത് ഒരു ഫുള്ളി ഹീലിങ്സ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ അസുഖം മാറിയാൽ പോലും സ്പൈനൽ കോഡിന് ഡിഫോർമേഷൻ വന്നതുകൊണ്ട് ഒരിക്കലും നോർമൽ ലൈഫ് നയിക്കാനായിട്ട് സാധിക്കില്ല. ഒരു 20 മിനിറ്റ് കൂടുതൽ നടക്കുവാനോ ഇരിക്കുവാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. പക്ഷെ എന്നെ സുഖപ്പെടുത്തിയ ദൈവം എന്നെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി. അതുകൊണ്ട് എനിക്ക് ഒരു സൈഡ് എഫക്റ്റും എനിക്കില്ല. എൻ്റെ സ്പൈനൽ കോഡിൻ്റെ ഡിഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ഫിസിക്കലി ഞാൻ കംപ്ലീറ്റ് ഫിറ്റാണ്. 20 മിനിറ്റ് അല്ല 20 മണിക്കൂർ നിൽക്കണേനോ അങ്ങനെയൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ 2002 ഞാൻ വീണ്ടും വളരെ തീക്ഷ്ണതയോടുകൂടി ഉക്രൈനിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഉക്രൈനിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഞാൻ വീണ്ടും ഉക്രൈനെ കാണുന്നത് വേറൊരു രീതിയിലാണ്, വേറൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഉക്രൈനെ കാണുക. അപ്പം ആദ്യം ഞാൻ വന്ന സമയത്ത് എനിക്കിവിടെ തണുപ്പ്, ഇവിടെ ഉക്രൈനിലെ തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ -30 വരെയൊക്കെ വരും. നമ്മൾ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് വന്നപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ്, ക്ലൈമറ്റ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടായിരുന്നു എനിക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ. 2002 ഞാൻ തിരിച്ചു വന്ന സമയത്ത് വേറൊരു വ്യക്തിയായിട്ടാണ് ഞാൻ വരിക. പിന്നെ എനിക്ക് എൻ്റെ ഈ തീക്ഷ്ണത കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു കമ്മ്യൂണിറ്റി തുടങ്ങാനായിട്ട് കോൺഗ്രിഗേഷനെ അനുവദിച്ചു. അങ്ങനെ 2004 ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന പൗഷിങ് എന്ന സ്ഥലത്തേക്ക് വന്നു. ഇത് ആദ്യത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്നും, കിയേവിൽ നിന്നും ഒരു 800 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഹംഗറി, സ്ലോവാക്കി അവരുടെ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് ഈ മുക്കാച്ചേവോ ഡയസസ്. പൗഷിങ് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ആയിരിക്കുക.
2004 ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാനായിട്ട് എന്നെ കോൺഗ്രിഗേഷൻ അനുവദിച്ചപ്പോൾ ഞാൻ ദൈവപരിപാലനയിൽ ആശ്രയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രിഗേഷൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഓഫ് സെൻറ്റ് മാർക്കാണ്. ഞങ്ങളുടെ ഫൗണ്ടർ പിയർ പോൾ ബ്ലാങ്ക് ഞങ്ങളുടെ പരിപാലകനായിട്ട് തന്നിരിക്കുന്നത് സെൻറ്റ് ജോസഫിനെയാണ്. അപ്പോൾ സെൻറ്റ് ജോസഫ് ദൈവപരിപാലനയിൽ ആശ്രയിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ചൈതന്യം ഞാൻ എടുത്തിട്ട് അത് തന്നെയാണ് പിയർ പോൾ ബ്ലാങ്ക് ഞങ്ങളുടെ ഫൗണ്ടറും ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ അൺഷേക്കബിൾ കോൺഫിഡൻസ് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. അതാണ് പിയർ പോൾ ബ്ലാങ്ക് ഞങ്ങളുടെ ഫൗണ്ടർ ഞങ്ങൾക്ക് തന്നിരിക്കുക. ആ ഒരു അൺഷേക്കബിൾ കോൺഫിഡൻസ് അത് സ്വന്തമാക്കിയിട്ടാണ് ഞാൻ പുതിയ കമ്മ്യൂണിറ്റി തുടങ്ങാനായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഇത് വന്നു. മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങിയപ്പോൾ 4 റുപ്പീസാണ് മദർ തെരേസയുടെ കയ്യിലുണ്ടായിരുന്നത്. അതൊരു കോൺഗ്രിഗേഷൻ തുടങ്ങിയപ്പോൾ. ഞാനാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പൈസ പോലും ഇല്ലാതെ കംപ്ലീറ്റ് ദൈവപരിപാലനയിൽ ആശ്രയിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങണം എന്ന ആ ഒരു തീഷ്ണതയിലാണ് ഞാൻ പൗഷ്യങ്ങളിലേക്ക് വരിക. അപ്പം ഞാൻ പൗഷ്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോൺവെൻറ്റ് പണിതിട്ടൊന്നുമില്ല, സ്ഥലവുമില്ല. ഞാൻ വന്നു, ഞങ്ങളുടെ ഇടവകയിൽ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുക. ഞാൻ 2004 ഡിസംബറിലാണ് ഇവിടെ വന്നത്. 2005 ഞങ്ങൾക്ക് ആദ്യത്തെ വൊക്കേഷൻ അത് സിസ്റ്റർ ക്രിസ്റ്റീനയാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റീന മ്യൂസിഷ്യനാണ്, ഗിത്താർ വായിക്കുന്ന ആളാണ്. രണ്ടാമത് വന്നത് സിസ്റ്റർ താവിക്ക കീബോർഡ് വായിക്കുന്ന ആളാണ്. അതുപോലെ ഞങ്ങൾക്കിപ്പോൾ വൊക്കേഷനുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ അങ്ങനെ ഒരു വൊക്കേഷൻ പ്രൊമോട്ടറോ വൊക്കേഷൻ പ്രൊമോഷൻ ക്യാമ്പ്സോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ അതൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു ഭയങ്കര ദൈവാനുഗ്രഹമാണ്. ഞാൻ എന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് യൂത്ത് മഠത്തിൽ വന്നിട്ട് ഞാനും നിങ്ങളുടെ മഠത്തിൽ ചേർന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഉക്രൈനിൽ വന്നിരിക്കുന്നവർ ഓരോരുത്തരും അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഒരു 16 പേരാണ് ഇവിടെ ഉള്ളത്. 2 പേരും മലയാളികൾ, ബാക്കി 14 പേരും ഉക്രൈൻകാരാണ്. ഈ 14 പേരിൽ 7 പേരും വീട്ടിൽ ഒരു മോള് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ വന്ന് ഈ സന്യാസം ജീവിതം നയിക്കാനായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ചേർന്നോട്ടെ എന്ന് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ അത്ഭുതമാണ്. ദൈവത്തിൻ്റെ വളരെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ വളരെ പരിപാലനയാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഉക്രൈനിൽ റോമൻ കാത്തലിക്കിൽ വൊക്കേഷനുള്ള ഏറ്റവും കൂടുതൽ വൊക്കേഷനുള്ള കോൺഗ്രിഗേഷൻ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് വളരെ നന്ദിയോടുകൂടി ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം. ഈ ഓരോരുത്തരും വരുന്നവർ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സാണ്, പിള്ളേരാണ്. അപ്പം ഞാൻ ഓരോരുത്തർക്കും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന എന്ത് ടാലൻസും ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് വളർത്താനായിട്ട് പരിശ്രമിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത് സിസ്റ്റർ ഓദ്രിക നോവിസാണ്. സിസ്റ്ററിന് ഇതിനോടൊരു താല്പര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ ഓരോ സിസ്റ്ററിലും വ്യത്യസ്തങ്ങളായ ടാലൻസ് ഉള്ള സിസ്റ്റേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ആദ്യം ഞങ്ങളിവിടെ 1 ഡേ ധ്യാനം നടത്തുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാപ്പലിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഒരു 100-300 പേരൊക്കെ വരാനുള്ള സ്ഥലമേ ഞങ്ങളുടെ കോൺവെൻറ്റിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ധ്യാനം നടത്തിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 1000-2000 പേരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവരെയൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ റിട്രീറ്റ് സെൻറ്റർ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 4 ഏക്കർ സ്ഥലത്താണ് ഞങ്ങളുടെ കോൺവെൻറ്റ്. ഈ 4 ഏക്കർ സ്ഥലവും ഇതൊക്കെ നമുക്ക് ദാനമായിട്ട് കിട്ടിയതാണ്. ഞങ്ങളിവിടെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ദാനത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഹീറ്റിംഗ് സിസ്റ്റമൊക്കെ ചെയ്യുന്നത് ഗ്യാസ് ഉപയോഗിച്ചാണ് തണുപ്പിൻ്റെ സമയത്തൊക്കെ. അപ്പം നമുക്ക് ഗ്യാസിന് പേ ചെയ്യാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് സിസ്റ്റേഴ്സ് ചോദിച്ചു എന്ത് ചെയ്യും പേ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ ദൈവത്തിന് അറിയാമല്ലോ നമുക്ക് ഗ്യാസിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, അത് പേ ചെയ്യണമെന്ന്.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് തന്നെ ഒരു സ്ത്രീ വന്നിട്ട് വാദിക്കമുട്ടിയോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ക്യാൻസർ ആയിരുന്നു, ദൈവം എന്നെ ഹീൽ ചെയ്തു, അപ്പോൾ ഞാനൊരു കുറച്ച് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, സിസ്റ്റർ നോ പറയരുത്. അപ്പോൾ ഞാൻ ഓക്കെ ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് ആ ഓഫർ സ്വീകരിച്ചു. കറക്റ്റ് എന്തുമാത്രം പൈസയാണോ ഗ്യാസിന് പേ ചെയ്യേണ്ടത് ആ കറക്റ്റ് പൈസ തന്നെ ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം കൊണ്ടു തരുന്നുണ്ട്. ശാലോം പ്രേക്ഷകരോട് ഞങ്ങളുടെ ഉക്രൈനെ പറ്റി ഇത്രയും സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഉറച്ച് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം നിങ്ങൾക്ക് തരും എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ സിസ്റ്റേഴ്സ് സാലറിക്ക് ജോലി ചെയ്യുന്നവർ ആരുമില്ല. അങ്ങനെ സാലറിക്ക് ജോലി ചെയ്യുന്നതിനോട് ഞാൻ വളരെ എതിരാണ്. കാരണം നമ്മൾ ദൈവത്തെ കൊടുക്കേണ്ടവരാണ്. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കറക്റ്റ് അല്ല. കാരണം ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മളാരും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവത്തിന് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കൺവിക്ഷൻ അനുസരിച്ച് ദൈവത്തിന് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ അവൈലബിൾ ആക്കാം. അതാണ് ഞങ്ങളിവിടെ ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്റർ ലിജി, ഉക്രൈനിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സംഗീതം ഒരു എളുപ്പപ്പണിയല്ലെന്ന്. നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഓരോ ഗാനങ്ങൾക്ക് പിന്നിലും ഇതുപോലെ സഹനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കഥകളുണ്ടാകും. ദൈവപരിപാലനയിൽ, അല്ലെങ്കിൽ ഉക്രൈൻ ഭാഷയിൽ പറഞ്ഞാൽ ബോഷെ പ്രൊവീജീനിയയിൽ മാത്രം ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന SJSM സിസ്റ്റേഴ്സ് ഈ ലോകത്തെ മുഴുവൻ തങ്ങളുടെ സംഗീതത്തിലൂടെ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഓശാന ഓശാന ഓശാന. ബലവാനായി വാഴുന്ന ശ്രേഷ്ഠവേ, ഓശാന ഓശാന ഓശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓശാന 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 ഓശാന. പരിശുദ്ധ പരമമാം ത്രിയേക ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർപ്പാലും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധൻ പരമമാം ത്രിയേക ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.